പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേശം നിയന്ത്രിക്കാൻ ആവശ്യമായ ഫലപ്രദമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഇത്ര സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ദേഷ്യം ബോധമില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ദേഷ്യപ്പെടുന്നത് പലപ്പോഴും സ്വയബോധത്തോടുകൂടെ ആവില്ല. നമുക്ക് ആ വിഷയത്തിൽ ഒരു ബോധമില്ല എന്നതാണ് നമ്മുടെ ദേഷ്യത്തിന് കാരണം. അതായത് നമ്മളൊന്ന് ശാന്തമായി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാകെ വഷളാക്കിയിട്ടുണ്ടാവും നമ്മുടെ ദേഷ്യം കൊണ്ട്. ചിലപ്പോ ഒരാള് നമ്മെ എന്തെങ്കിലും വല്ല വിമർശനോ വിവരമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ കാര്യമായിരിക്കാം. നമ്മളെ കുറിച്ച് എന്തെങ്കിലും വല്ല വിമർശനോ പെട്ടെന്ന് നമ്മോടൊന്ന് ചൂടായി. അപ്പൊ നമ്മളതേപോലെ തിരിച്ചടിച്ചാലോ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ അത് പിന്നെ വലിയൊരു അടിപിടിയിലേക്ക്, അത് പിന്നെ ചിലപ്പോ ഒരു ജീവനാശത്തിലേക്ക് ചിലപ്പോൾ അവിടെ എത്തിപ്പെടും. നേരെ മറിച്ച് നമ്മളൊന്നും അവിടെ ശാന്തമായി പറഞ്ഞാൽ, എടാ മനസ്സിലാക്കിയ പോലെ എല്ലാ കാര്യങ്ങളും ചങ്ങായി ഒന്നും അറിയാതെ പറയാണ്, ഇതൊന്ന് ചിന്തിക്ക്, ഞാൻ അങ്ങനെയല്ല, നല്ല നിലക്ക് ഓം പറയുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അവിടെ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കുന്നതാണ്. ആ രംഗം മുഴുവനും വഷളാക്കി കളയും. അതുകൊണ്ട് കുറഞ്ഞ സമയം നമ്മൊന്ന് ആലോചിക്കണം. ദേഷ്യപ്പെടുന്ന സമയത്ത് ഒന്ന് ആലോചിക്കണം. അപ്പൊ ആലോചിച്ചാൽ നിൽക്കല്ലേ പോയിക്കവിടുന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ അപ്പൊ കൂടെ പിടിച്ചിങ്ങനെ ആലോചിച്ചാൽ നിൽക്കല്ലേ. ദേഷ്യം വരുന്ന സമയത്തൊന്ന് ആലോചിക്കണം, ഒന്ന് സ്റ്റക്ക് ആവണം. ആ ദേഷ്യം അവിടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമ്മള് ഒരാൾ ഇതിനാണോ നമ്മൾ ദേഷ്യം കയറുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ കാട്ടിക്കൂട്ടുന്നതിനാണോ നമ്മൾ ദേഷ്യപ്പെടുന്നതെങ്കിൽ, നമ്മൾ അവിടെ ഒന്ന് നിയന്ത്രിച്ചാൽ, നമ്മൾ അവിടെ ഒരു ബോധോദയത്തോടുകൂടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ രംഗം ഒരിക്കലും അവിടെ വഷളാകുകയില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ചിന്താപൂർവം നാം അതിനെ സമീപിക്കണം. ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതേത് വിഷയത്തിൽ അങ്ങനെയാണ്. ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് ചെറിയ ഒരു ചിന്തയെങ്കിലും ചെയ്തുകൊണ്ട് ആ കാര്യം ചെയ്യുന്നതിലേക്ക് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളൊരു പെട്ടെന്നുള്ളൊരു പിന്നെ എല്ലാം മനോനില തെറ്റിപ്പോകുന്ന ഒരാളായി നമുക്ക് മാറാൻ കഴിയില്ല. നാം എടുത്തു ചാടാൻ പാടില്ല. നമ്മൾ എപ്പോഴും മിതത്വത്തിനെ പാലിക്കണം. ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വിഷയത്തിലും മിതത്വം പാലിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എടുത്തു ചാട്ടം എന്ന് പറയുന്നത് പിശാചിൽ നിന്നാണ്. ഇന്നൽ അജലത മിനശ് ശൈത്വാൻ, ഇന്നൽ അജലത മിനശ് ശൈത്വാൻ. എടുത്തു ചാട്ടം പിശാചിൽ നിന്നുള്ളതാണ്. പിശാചാണ് നമ്മെ ഒരു വിഷയത്തിലേക്ക് എടുത്തു ചാടിപ്പിക്കുന്നത്. പെട്ടെന്ന് കണ്ടില്ല, പെട്ടെന്ന് പ്രതികരിക്കാൻ നമുക്ക് തോന്നുന്നത്. അടിക്ക് അപ്പൊ തന്നെ അടി, വെട്ടിന് അപ്പൊ തന്നെ വെട്ടു. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ 45 തിരിച്ച് അങ്ങോട്ട് പറയാ. എന്റെ വാപ്പ പറഞ്ഞ വാപ്പാന്റെ 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 വാപ്പ. സംഭവം ഭയങ്കര സന്തോഷമായി. ഒരാളെ കുറച്ചൊരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിച്ചു ഭയങ്കര സന്തോഷമായിട്ടോ. തെറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ദേഷ്യം എടുക്കണം, മജ്ജത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു റാഹത്ത് കിട്ടിയ പോലെ നമുക്ക് തോന്നില്ലേ? സംഭവം റാഹത്തല്ല, അത് പിശാച് നമ്മെ കൊണ്ട് പറയിപ്പിക്കുക. ഈ പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അറിയോ? ഒരാളെ പേപ്പിക്കുന്നതിൽ ഈ ബന്ധങ്ങൾ തകർക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ പിടിച്ച് ദേഷ്യപ്പെടുത്തുക. അവിടെ ചങ്ങായി ദേഷ്യപ്പെട്ടടാ, പറയടാ, അങ്ങനെ തന്നെ പറയടാ, എന്റെ നാവ് അമ്മായി എന്നല്ല പറയടാ, അച്ഛൻ പറഞ്ഞടാ, എനിക്കിപ്പോ എന്താ അത്ര കുറവ്. പ്രിയപ്പെട്ടവര്, ഇങ്ങനെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഏത് കുടുംബങ്ങളിൽ നടന്ന വലിയ പ്രശ്നങ്ങളുടെയും അതിന്റെ തുടക്കത്തൊക്കെ നിങ്ങൾ ചെറിയൊരു ബലൂണേക്കാരം. ആ ബലൂണ് പിന്നെ അങ്ങനെ വീർപ്പിച്ചതായിരിക്കാം. പിന്നെ ആ ബലൂണ് വീർത്ത് 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 5 കൊല്ലത്തിന് അവരും ഉണ്ടാതിരുന്നിട്ടുണ്ടാവാം. ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിയവരുണ്ടാവാം. അതുപോലെ തന്നെ അയൽവാസികൾ തമ്മില്, അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാർ തമ്മില് ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നെ തെറ്റി നിൽക്കുന്നത് കുടുംബങ്ങളാണ്, ബന്ധങ്ങളാണ്. കുടുംബത്തിലേക്ക് തീരെ പോകുന്നില്ല. കാരണം എന്താ? ഓലോട് അണയാൻ പറ്റൂല, ഓല അങ്ങനെ ഓല ഇങ്ങനെ, എന്തേ ചെറിയ വിഷയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ സോൾവ് ചെയ്തു പോകേണ്ട ചെറിയ വിഷയങ്ങൾ നമ്മുടെ ഒരു എടുത്തുചാട്ടം കൊണ്ട്, നമ്മുടെ ഒരു പക്വതയില്ലാത്ത പ്രവർത്തനം കൊണ്ട് നമ്മളൊന്ന്
ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടതിന്റെ കാരണത്താൽ ആവാം ആ കുടുംബം മൊത്തം തെറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വഴിവെച്ചത്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ നല്ലോണം ചിന്തിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബിയേ, എനിക്കൊന്ന് ഉപദേശം നൽകണം, എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്കൊരു ഉപദേശം നൽകണം. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ഉപദേശം അപ്പോൾ കൊടുത്തതെന്താണ്? നീ ദേഷ്യപ്പെടരുത്. വീണ്ടും ചോദിച്ചു, നീ എനിക്ക് വീണ്ടും ഒരു ഉപദേശം തരണം നബിയേ. അപ്പോഴും മുത്തുനബി പറഞ്ഞത് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. മൂന്നാം പ്രാവശ്യവും ആ ചോദ്യം ചോദിച്ചു. മുത്തുനബി ഇതേ തന്നെ മറുപടി പറഞ്ഞു. ആഗതനായ അയാൾ മനസ്സിലാക്കി മുത്തുനബിയോട് എനിക്ക് ഉപദേശം തരണം എന്ന് പറഞ്ഞ ആള് മനസ്സിലാക്കി കോപമാണ്, ദേഷ്യമാണ് ഏറ്റവും വലിയ തിന്മയുടെ കാരണം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. മുത്തുനബിന്റെ ഉപദേശമാണ് ദേഷ്യപ്പെടരുത് കേട്ടോ. നമ്മൾ വിചാരിച്ച് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ്. നമുക്ക് ഭയങ്കര പിന്നെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടുന്ന സംഭവമാണ്. ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങോട്ട് അടക്കി നിർത്താൻ പറ്റാത്ത രൂപത്തിൽ ഭയങ്കര ചൂടായിട്ട് നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ പറയാം. ചൂടായി പറയേണ്ടത് ചൂടായി പറയണം. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. അത് നമ്മൾ അറിയണം. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കുറെ പോയി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫലം നേരെ വിപരീതീകരിക്കാൻ, പിന്നെ ആ വൈക്ക് നമുക്ക് ചെല്ലാൻ പറ്റൂല. പിന്നെ ആ വൈക്ക് നമ്മളെ കടത്തിവിടൂല. ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി പറഞ്ഞതിൽ ഇതിൽ രണ്ട് ഉപദേശമുണ്ട്. നീ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞതിൽ രണ്ട് ഉപദേശമുണ്ട്. മുത്തുനബി പറഞ്ഞല്ലോ നീ ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞല്ലോ, അതിൽ രണ്ട് ഉപദേശമുണ്ട്. അതില് ഒന്നാമത്തെ ഉപദേശം എന്താണ്? നല്ല സ്വഭാവം നീ സ്വീകരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ആ ഒരു ഉപദേശം. ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം നീ നല്ല സ്വഭാവം സ്വീകരിക്കണം. നല്ല സ്വഭാവത്തോടുകൂടി നീ പെരുമാറിയാൽ നിനക്ക് ഒരിക്കലും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അത് രണ്ടാമത്തത്, കോപം വന്നാൽ നിന്റെ വികാരത്തിന് നീ അടിമപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, കോപം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വികാരത്തിന് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ്. നമ്മുടെ ആ ഒരു വികാരം ദേഷ്യം അടക്കി നിർത്താൻ നമുക്ക് കഴിയണം. ദേഷ്യം അടക്കി നിർത്താൻ നമുക്ക് കഴിയണം. എന്ന് പറയില്ലേ, ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടോ അവനോട്, ഇങ്ങോട്ട് ഈറ വന്നിട്ട് ഇങ്ങോട്ട് ഈറ വന്നു, ഞാൻ നല്ലോണം പറഞ്ഞു, അല്ലെങ്കിൽ നല്ലോണം കൊടുത്തു, നല്ലോണം ചീത്ത പറഞ്ഞു, നല്ലോണം തെറി പറഞ്ഞു. നമ്മളിങ്ങനെ ആനന്ദിക്കാം, ഓ ഞാൻ ചെയ്ത പരിപാടി ഇപ്പൊ ഭയങ്കര സംഭവമായി, ഞാൻ കുറെ പറഞ്ഞു. എന്താ ഇപ്പൊ ഓന് കുറെ കാലേക്ക് മുന്നോട്ട് ഞാൻ അവസരം കിട്ടട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക. ഞാൻ നല്ലോണം അങ്ങോട്ട് പറഞ്ഞു. അത് നല്ല ഒരു അത് ഇബ്ലീസാണ് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പൊ ഇബ്ലീസ് പറയും, ഇനിയും പറഞ്ഞടാ, ഇജ്ജ് പറഞ്ഞിട്ട് ഇപ്പൊ എന്തുണ്ടായത്? ഓനൊന്നും എന്നെ കാട്ടിയിട്ടില്ലല്ലോ, ഇനിയും പറഞ്ഞോ, കുഴപ്പമില്ല. ഇങ്ങോട്ട് തെറി വിളിച്ചാൽ 45 വിളിച്ചോ, ഒരു കുഴപ്പമില്ല. നല്ലോണം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കോപത്തിന് വഴങ്ങാൻ പാടില്ല. കോപത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കോപമാവും നമ്മെ നിയന്ത്രിക്കുന്നത് പിന്നെ കോപമാവും പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത്. കോപത്തിന് വഴങ്ങാൻ പാടില്ല, നമ്മൾ വഴങ്ങിക്കൊടുക്കാൻ പാടില്ല, നമ്മൾ അതിനെതിരെ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് വല്ല അക്രമവും നേരിട്ടാൽ അതിന്റെ തുല്യ അളവിൽ അവർക്ക് പ്രതികാരം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. ഒരാൾക്ക് എന്താണോ ഒരാളിൽ നിന്ന് പ്രയാസം നേരിട്ടത് എങ്കിൽ തിരിച്ച് അവനിക്ക് ആ തുല്യ അളവിൽ അതുപോലെ തന്നെ അവനെ പ്രതികരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ആക്രമിക്കപ്പെട്ടവന്റെ അവകാശമാണത്. ഇസ്ലാമിലെ അല്ലാഹു തആല ഏറ്റവും പെട്ടെന്ന് സ്വീകരിക്കുന്ന രണ്ട് പ്രാർത്ഥന ഉണ്ട്. ഏതാണെന്നറിയോ? ഒന്ന്
ഇത്തഖീ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ കുറിച്ച് നീ എപ്പോഴും നീ സൂക്ഷിക്കണം. ആക്രമിക്കപ്പെട്ട ഒരാള് അള്ളാഹിനോട് മനസ്സറിഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെയും അവന്റെ ഇടയിൽ ഒരു മറല്ലാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനക്കിടയിൽ ഒരു മറല്ലാണ്. ഈ രണ്ട് പ്രാർത്ഥനയെ നീ നല്ലോണം സൂക്ഷിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരാളെ വെറുതെ ആക്രമിച്ചു. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ പൊതിരാൻ കൊടുക്കുക, അതാണ് അക്രമം. അത് ഏറ്റവും വലിയ അക്രമമാണ്, ഒരാളെ തല്ലുക എന്നുള്ളത്. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റുന്നതൊക്കെ അക്രമമാണ്. ക്രമം തെറ്റുന്നതൊക്കെ അക്രമമാണ്. ജമാഅത്തിന് കൃത്യമായിട്ട് വരാതിരിക്കാതെ അക്രമമാണ്. പഠിക്കാൻ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞത് പഠിക്കാതിരിക്കുക, അത് അക്രമമാണ്. ഉണ്ടോ? ക്രമം തെറ്റിയോ അതിനൊക്കെ അക്രമം എന്നാണ് പറയുന്നത്. അക്രമം നാളെ മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത് ഇരുട്ടുകളായി മാറുന്നു. വെളിച്ചുണ്ടാവൂല അവിടെ, പിന്നെ ഇരുട്ടൈക്കാരും. അക്രമം കാണിച്ച ആളുകൾക്ക് ഇരുട്ടുണ്ടാവുക, വെളിച്ചുണ്ടാവൂല. അപ്പോ നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് തിരിച്ച് അവന് അതേ അളവിൽ നമുക്ക് തിരിച്ച് പ്രതികാര നടപടിക്ക് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആക്രമിക്കപ്പെട്ടവന്റെ അവകാശമാണ്. ഒന്ന്. രണ്ട്, തുല്യ നീതി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും നീതി കിട്ടണം. എല്ലാവർക്കും നീതി സ്റ്റോർ ആണെന്നല്ല, എല്ലാവർക്കും നീതി കിട്ടണം. അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ വിദ്വേഷത്തോടുകൂടെ പ്രതികരിക്കുക, അതുപോലെ തന്നെ പകയോടുകൂടെ ഇരിക്കുക, അതുപോലെ തന്നെ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുക്കുക, ക്ഷമയോടുകൂടെ വിനയത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറുക. ഈ വിഷയമുണ്ടല്ലോ, ഇങ്ങനെയാണ് നീ അവനോട് പ്രതികരിക്കുന്നത് എങ്കിൽ അതിന് നിനക്ക് മഹത്തായ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. നീ അക്രമം ഏറ്റെടുത്തു, നിനക്ക് അക്രമം കിട്ടി. പക്ഷേ നീ എന്തായി? നീ അതിനെ വിവേകത്തോടുകൂടെ നീ ഏറ്റെടുത്തു. പ്രതികാര നടപടിയിലേക്ക് പോയില്ല. നീ അതിന്റെ പേരിൽ അവനോട് പക കാണിച്ചില്ല. നീ അവനക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. നീ അവനോട് ക്ഷമയോടുകൂടെ ക്ഷമ കൈകൊണ്ടു. നീ വിനയത്തോടുകൂടെ അവനോട് പെരുമാറി. ഇങ്ങനെയാണ് നീ അവനോട് പ്രതികരിക്കുന്നത് എങ്കിൽ അതിന് നിനക്ക് മഹത്തായ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. പക്ഷെ അതിന് കുറച്ച് മനസ്സ് വലുതാവണം. നമ്മൾ ആക്രമിക്കപ്പെട്ടുവെങ്കിൽ നമ്മളെന്താ പറയാ? ഇന്നോനെ ഞാൻ ഒന്നും കാട്ടാതെ ഇന്നോൻ കാട്ടിയിട്ടുണ്ട്, കൊടുക്കണോനെ. എങ്ങനെയാലും പാടില്ല. അവനെ നമ്മള് പക വെച്ച് കിടക്കുക. തേനീച്ചന്റെ പോലെ. തേനീച്ച ഭയങ്കര പകയുള്ള ജീവിയാണ്, പാമ്പ് പകയുള്ള ജീവിയാണ് എന്നതുപോലെ ഇങ്ങനെ അതിങ്ങനെ നമ്മളിങ്ങനെ പക വെച്ച് ഇങ്ങനെ നടക്കുക. എവിടെ കണ്ട് അവിടെ വന്നിട്ട് കുത്തുക. എവിടെ പിന്നെ ഓനെ കണ്ട് ഓനെ കുത്ത് കല്ലെടുത്തെറിയ. എവിടെ ഓനെ കണ്ട് അന്ന് അങ്ങനെ പറഞ്ഞാണ് ഓൻ ഇന്ന് വിടൂല, ഓനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുക. അജിന്റെ കൂടിക്കോ ഞാൻ കാണിച്ചു തരാം. അപ്പോ നമ്മൾ ആക്രമിക്കപ്പെട്ടു എങ്കിൽ അതിന് നമുക്ക് തിരിച്ചു ചെയ്യാൻ അനുവാദമുണ്ട്. പക്ഷേ നമ്മൾ അതിനെ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ക്ഷമയോടുകൂടെ കൈകാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നീ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള ആളായി മാറും. പക്ഷെ അതിന് കുറച്ച് തോന്നണം നിനക്ക്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നിങ്ങൾ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരാവണം. എപ്പോഴും ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. അതെന്ന് പറഞ്ഞാൽ എല്ലാ തല്ല് കിട്ടിയാലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കേസിൽ കിടണം. പിന്നെ അങ്ങോട്ട് ഒരാള് പറഞ്ഞു പിന്നെ ഞാന് ഭയങ്കര തല്ലൂടിയടാ, വലിയ കാര്യത്തിൽ പറയാം. അപ്പൊ പിന്നെ പുതിയ എന്താവും തിരിച്ചു നല്ലോണം കൊടുത്തുകൊള്ളുന്നതാണ്. ഓനൊന്നും തന്നു. അപ്പൊ ഞാൻ ഉണ്ടല്ലോ പിന്നെ ഒന്നുകൂടി തന്നപ്പോ പിന്നെ ഞാനാണ് മേടിച്ചു. പിന്നെ ഒന്നുകൂടി തന്ന പിന്നെ ഓൻ പിടിക്കും തന്നു. ഒക്കെ തന്നതിലുള്ളൂ, തിരിച്ചു കൊടുത്തതിലൊന്നുമില്ല. അപ്പോ ഓ വിചാരിച്ചത് പിന്നെ അപ്പം നല്ലോണം തിരിച്ചു കൊടുത്തിട്ടുണ്ടാവുന്ന സംഭവം എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കൊടുക്കാൻ കഴിയാതെ ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ.
ഒരാളെ ആക്രമിച്ചു, തിരിച്ചോനക്ക് തിരിച്ചടിക്കാൻ കഴിയും, പക്ഷെ അതോടുകൂടെ ക്ഷമിക്കണം, നല്ല പ്രതിഫലം കൂടുതൽ കിട്ടുക. നേരെ മറിച്ച് ഓനെ നമ്മൾ തച്ച് കഴിഞ്ഞാൽ ചിലപ്പോ അതിനേക്കാൾ വലുത് നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് ഉണ്ടാതിരിക്കട്ടെ, തല്ലാച്ചു കഴിച്ചൂല. ആ നിലക്ക് തല്ലാതിരിക്കണീന് എന്തില്ല അർത്ഥമല്ല. നേരെ മറിച്ച് എനിക്ക് ഓനെ തല്ലാനും കഴിയും, ഓനെ മറിച്ചിടാനും കഴിയും, ഓൻ എന്തും കാട്ടാൻ കഴിയും. എനിക്ക് തന്നതിന് തിരിച്ച് പിന്നെ കണക്കിന് അതിന്റെ സക്കാത്തിന്റെ അത്ര കൂടി കൊടുക്കാൻ കഴിയും. അങ്ങനെ കഴിവുള്ളതോടുകൂടെ നീ പ്രതികരിക്കാതിരിക്കുക, അതിനാണ് പ്രതിഫലം. അങ്ങനെയൊക്കെ തച്ചീനൊക്കെ തിരിച്ചടിച്ചിട്ടാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തിരിച്ചടിക്കണം അല്ലേ? എത്ര തെറിവിളിയാണ് വിളിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. നിങ്ങൾ അതൊന്നും ആലോചിച്ചോക്കാൻ. നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ തെറി വിളിച്ചപ്പോ എന്താ തിരിച്ച് അങ്ങോട്ട് വിളിച്ചോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ടില്ല. എത്ര വാപ്പക്ക് വിളിച്ചു, ഉമ്മക്ക് വിളിച്ചു, അങ്ങൻതോനെ ഇങ്ങൻതോനെ എന്തെല്ലാം തെറിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ വഴിയിലും വിളിച്ചത്. മുത്തുനബി തിരിച്ച് പോടാ അവിടെ നിൽച്ചു അങ്ങനെ തന്നെ എന്ന് പറഞ്ഞോ? ഇല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞ കുട്ടികളെ വിളിച്ചുകൊണ്ട് ഇവിടെ വായോ, മണ്ടക്കോരെ കൊട്ടുകൊടുത്ത് വിട്ടില്ല. എരുത്തുക്ക് വിളിച്ചിട്ട് അതാ മുന്തിരി കൊടുക്കുകയാണ്, ഈത്തപ്പഴം കൊടുക്കുകയാണ്. ഇതെന്തൊരു മനുഷ്യനത്! അങ്ങോട്ട് ആക്രമിച്ചപ്പോൾ ഇങ്ങോട്ട് ഭയങ്കര സ്വഭാവമാണല്ലോ. അയ്യോ ഇയാളെയല്ലേ നമ്മൾ കാട്ടിയത്, ആ കുട്ടികൾ വരെ നന്നായി പോയി. നേരെ മറിച്ച് നമ്മൾ വിളിച്ചിട്ട് ഓരോ മണ്ടക്ക് ഓരോന്ന് കൊടുത്തിട്ട് തിരിച്ച് ഓരോന്ന് കൊടുത്തു വിട്ടിട്ടാണെങ്കിലോ പ്രതികാരം കൂടുതലേ. ആണോ? അതേ. നാം എന്തുവേണം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കണം. ചില ആൾക്കാരുണ്ട് പ്രശ്നത്തിൽ, ഞാൻ ഒരു പിടി ഞാൻ വിടൂല, അവൻ പറയാം, ഞാൻ ഒരു ഇഞ്ചി ഞാൻ വിട്ടുകൊടുക്കൂല, അവൻ പറയാം ഞാനും വിട്ടുകൊടുക്കൂല. പിന്നെ അവിടെ എങ്ങനെ പ്രശ്നം പരിഹരിക്കുക? ഓൻ പറയണേ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കൂല, വിട്ടുകൊടുക്കണ പ്രശ്നമില്ല, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഒരു ഭാഗം ഞാൻ വിട്ടുകൊടുക്കൂല, ഞാന് പിന്നെ ഇന്നോ അങ്ങനെ കാട്ടിയതാണ് ഇങ്ങനെ കാട്ടിയതാണ്, ഞാൻ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞാൽ ലോകത്തൊരു പ്രശ്നവും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. നേരെ മറിച്ച് താഴ്ന്നോടത്താ വെള്ളം നിൽക്കുള്ളൂ എന്ന് നമ്മുടെ വല്യപ്പാര് പറയുന്നത് കേട്ടിട്ടില്ലേ? താഴ്ന്ന സ്ഥലത്തെ വെള്ളം നിൽക്കുള്ളൂ, കുന്നുമ്മ പെയ്ത മഴയിലെ വെള്ളം അങ്ങനെ വന്ന് ഒലിച്ചു വന്ന് താഴ്ന്നോടത്തത് വന്ന് നിൽക്കും, കുന്നുമ്മ നിൽക്കൂല. നമ്മളെപ്പോഴും ഇങ്ങനെ വലിയ അഹംഭാവം കാണിച്ച് ഞാൻ എന്നെ ഇവിടുത്തെ വലിയ ആള് ഒരു വിട്ടുവീഴ്ച ചെയ്യൂല എന്ന് പറഞ്ഞ് നിന്നേ നമുക്ക് നാശം ഉണ്ടാവുള്ളൂ. വാശിക്ക് നാശം എന്ന് കേട്ടിട്ടില്ലേ? വാശി പിടിച്ചവന് നാശം ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെപ്പോഴും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നവനാവണം. പ്രിയപ്പെട്ടവരെ, പരമാവധി വിട്ടുവീഴ്ച പ്രകടിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ അടിക്ക് അടി, വെട്ടിന് വെട്ട്, ഇങ്ങനെയല്ല നമ്മുടെ മുദ്രാവാക്യം. നമ്മൾ മാന്യതയോടുകൂടെ ഞങ്ങൾ പ്രതികരിക്കണം. നമ്മളെ ഇങ്ങോട്ട് കാട്ടി, നമ്മൾ അങ്ങോട്ടും അതിനേക്കാളും കാട്ടി. ഇപ്പൊ ഞാനും എന്താ ബന്ധം, ഞാനും എന്താ എത്ര വ്യത്യാസം? ഒരുപോലെ ഞാനും ഒരുപോലെ. നേരെ മറിച്ച് ഞാൻ അങ്ങ് ക്ഷമിച്ചു പോയി, അതിന്റെ പ്രതിഫലം എത്രയാണ്, അതിന്റെ മഹത്വം എത്രയാണ്. എനിക്ക് പ്രതികരിക്കാൻ കഴിയുന്നതോടുകൂടെ ഞാനങ്ങ് ക്ഷമിച്ചാലോ അതിന്റെ മഹത്വം എത്രയാണ്. അതുകൊണ്ട് നാം എല്ലാവരോടും മാന്യതയോടുകൂടെ പെരുമാറണം. വിട്ടുവീഴ്ചയാണ് നമ്മുടെ മുഖമുദ്ര. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവർ നമ്മോട് ദേഷ്യത്തോടുകൂടെ സംസാരിക്കുകയാണെങ്കിലും നമ്മൾ അതുപോലെ ദേഷ്യത്തോടുകൂടെ നമ്മൾ സംസാരിക്കരുത്. ഒന്ന് അവിടെ നിന്ന് പിടിച്ചു നിൽക്കണം. ഒന്ന് നമ്മൾ അവിടെ പിടിച്ചു നിന്നാൽ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. അല്ലാതെ നമ്മളും പറഞ്ഞു ഓനും പറഞ്ഞു, ഓന്റെ തൊള്ളയിലും നാവുണ്ട്, നമ്മളെ തൊള്ളയിലും നാവുണ്ട്, ഓൻക്കും പറയാമേക്കും ഞമ്മക്കും പറയാമേക്കുന്നിട്ട് എന്താണ് അതില് കാര്യം? ഒരു കാര്യവുമില്ല. ഇബ്ലീസ് വിജയിച്ചു എന്നല്ലാതെ നമ്മൾ ഹുങ്ക് പറയാനുണ്ടോ? നമ്മുടെ ഹുങ്ക് അത് യഥാർത്ഥ ഹുങ്കല്ല. നമ്മുടെ മഹാന്മാര് അതാ അവരുടെ ജീവിതങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവരൊക്കെ ക്ഷമിച്ചത് എത്രയാണ്, അവരൊക്കെ എത്രയാണ് സഹിച്ചത്. പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ട് പോലും അക്രമികൾക്ക് അവര് മാപ്പ് നൽകിയില്ലേ? ബഹുമാനപ്പെട്ട അല്ലാമ അബൂ ഹനീഫത്തുൽ കൂഫി
റളിയല്ലാഹു അൻഹുവിനെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. കള്ളുകുടിയനായ ഒരു അയൽവാസി. അയൽവാസിന്റെ പണി എന്താണ്? രാത്രിക്ക് വന്ന് മൂക്കറ്റം കുടിച്ചുകൊണ്ട് ഭയങ്കര പാട്ടാണ്. കള്ളുടിച്ചാലൊരു പാട്ട് ഇങ്ങനെ വരും, അല്ലാത്തൊരു പാട്ടൊക്കെ അങ്ങനെ വരും. എവിടുന്ന് അത് വരുന്നതെന്ന് അറിയില്ല. ഭയങ്കര പാട്ടേക്കാരൻ. ഇപ്പം വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടാണ്. ആരമ്മരത്ത് വന്നിട്ട് അബൂ ഹനീഫ ഇമാമിന്റെ അമ്മരത്ത് വന്നിട്ട് അബൂ ഹനീഫ ഇമാമിന് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അബൂ ഹനീഫ ഇമാമിന് കിതാബ് എഴുതാൻ കഴിയുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനല്ലേ അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാഹ്. ഇബാദത്തിന് വേണ്ടിയും ഇൽമിന് വേണ്ടിയും ജീവിതം അവിടുന്ന് ധന്യമാക്കിയ മഹാനല്ലേ. നിസ്കരിക്കുന്ന സമയത്ത് അതാ കണ്ണുനീര്, ആ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റു വീഴുന്നത്, പായയിൽ വീഴുന്ന സൗണ്ട് അയലോക്കത്ത് കൂടി കേട്ടിരുന്നു. അങ്ങനെ അപ്പൊ കണ്ണീരിന്റെ കട്ടി എത്ര ഉണ്ടാവും? നിസ്കരിക്കുമ്പോഴേ അള്ളാനെ പേടിച്ച് കരഞ്ഞിട്ട്, അല്ലാതെ നിസ്കരിക്കുമ്പോ വേറെന്തെങ്കിലും ആലോചിച്ച് കരഞ്ഞിട്ടല്ല. സുബ്ഹാനല്ലാഹ്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കലാണ് പതിവ്. ഒരു ദിവസം വല്യമ്മങ്ങനെ ചോറ് കൊടുക്കാണ് കുട്ടിക്ക്. അപ്പോ വല്യമ്മങ്ങനെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോ അതാ അങ്ങോട്ടൊക്കെയൊക്കെ പെര ആരതാന്നറിയോ, അങ്ങോട്ടൊക്കെയൊക്കെ പെര ആരതാന്നറിയോ? അത് നമ്മളെ അബൂ ഹനീഫ ഇമാമിന്റെ പെരയാണ്. അവിടെ ഇങ്ങനെ ഒരു രൂപം ഇങ്ങനെ നിൽക്കണ കണ്ടോ? രാത്രിയാണ്. ഒരു രൂപം ആ കുട്ടി കാണുന്നുണ്ട്, ഒരു വെള്ള രൂപം. അതെന്താണ്? അത് നമ്മളെ അബൂ ഹനീഫ ഇമാമാണ്. നിസ്കരിക്കുകയാണ് മൂപ്പരിക്ക് പണി. രാത്രി മുഴുവനും മൂപ്പര് നിന്ന് നിസ്കരിക്കലാണ് പണി. വല്യമ്മ കുട്ടിയോട് പറയാം, കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അബൂ ഹനീഫ ഇമാം ഇത് കേട്ട്, പഠിച്ചോനെ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ഞാൻ രാത്രി മുഴുവനും വന്ന് നിസ്കരിക്കലില്ലല്ലോ, പകുതി നിസ്കരിക്കലുള്ളൂ. പക്ഷെ വല്യമ്മാന്റെ വിചാരം രാത്രി മുഴുവനും മൂപ്പരിക്ക് നിസ്കാരാണെന്നാണ്. പക്ഷെ അന്നു മുതൽ മഹാനവറുകൾ പിന്നെ രാത്രി മുഴുവനും നിസ്കാരം തുടങ്ങി. നമ്മളാണെങ്കിൽ എന്നെ കുറിച്ചൊരു ഇല്ലാത്തത് പറഞ്ഞപ്പോ കണ്ടോ എന്താ പറഞ്ഞത്? പകുതി നിസ്കരിക്കലുള്ളൂ, പക്ഷെ രാത്രി മുഴുവൻ നിസ്കരിക്കണ്ടെന്നാ പറഞ്ഞു. പക്ഷെ ഞാൻ രാത്രി നിസ്കരിക്കലില്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ ഫുള്ള് നിസ്കാരമായിരിക്കും എന്ന് അബൂ ഹനീഫ ഇമാം പറഞ്ഞു. അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചപ്പോ അബൂ ഹനീഫ ഇമാമിന് എന്തും ചെയ്യാം. പോലീസിൽ കേസ് കൊടുക്കാം, തിരിച്ചടിക്കാം, ഓനെ എന്തു വേണമെങ്കിലും. അബൂ ഹനീഫ ഇമാമിന്റെ പ്രജകൾ ഓനെ എന്തു വേണമെങ്കിലും ചെയ്യും. പക്ഷെ അബൂ ഹനീഫ ഇമാം ഒന്നും ചെയ്യാൻ പോയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോ കുറെ ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പാട്ടും കൂത്തും കുറെ ദിവസമായി തുടങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടെന്ന് അബൂ ഹനീഫ ഇമാം അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ ഇമാം ചെയ്ത പണി എന്താ അറിയോ? 2 ദിവസം പാട്ടുകാരനെ കാണുന്നില്ല. എവിടെ പോയി? നമ്മുടെ കള്ളുടിയൻ. ദിവസവും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആള് എവിടെ പോയി? അപ്പോഴാണ് ജനങ്ങൾ പറഞ്ഞു, ഓനൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഓനെ പോലീസ് കൊണ്ടുപോയോ? അപ്പൊ തന്നെ മഹാനവറുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്തിനാ പോയതറിയോ? ഒന്നുകൂടി കേസ് കൊടുക്കാനല്ല. നമ്മളാണെങ്കിൽ എന്താ ഓനെ കൊണ്ടേക്കണില്ലേ, ഓനിക്ക് ഞാൻ പള്ളർച്ചു കൊടുക്കാം, ഓനിക്ക് 2 കേസും കൂടി ഓന്റെ ഞാൻ കൊടുക്കും. അങ്ങനെയല്ല അബൂ ഹനീഫ ഇമാം ചെയ്തത് എന്താ അറിയോ? ആ അബൂ ഹനീഫ ഇമാം ചെയ്തത് അതാ അവന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടി അതാ പോലീസിന്റെ അടുക്കൽ അവനക്ക് പൈസ കൊടുത്ത് അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ ജാമ്യം നിൽക്കാം, എന്റെ അയൽവാസിയാണ് മൂപ്പര്, എന്റെ അയൽവാസിയാണ് മൂപ്പര്, ഞാൻ ജാമ്യം. ഇയാളിങ്ങനെ വരുന്നുണ്ടപ്പോ ഈ കള്ളുടിയെ വിചാരിച്ചു, പഠിച്ചോനെ ഇനി എന്തൊക്കെ കുലിമാല മൂപ്പര് വന്നിട്ടുണ്ടാക്കാന്നാവോ, ഇന്റെ പേരിൽ 2 കേസ് കൂടി കൊടുക്കാരെന്ന് വിചാരിച്ച ആള് നേരെ വന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ വിട്ടുതരണം, ഞാൻ ജാമ്യം നിൽക്കാം, ഞാൻ എത്ര കാശ് വേണമെങ്കിലും ഇവിടെ കെട്ടിവെക്കാം. എന്നിട്ട് അദ്ദേഹത്തിന് ജാമ്യത്തിൽ ഇറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, മോനെ നീ 2 ദിവസമായി നിന്റെ വീട്ടിൽ നിന്ന് പോന്നിട്ട് നിന്റെ വീട്ടില് നിന്റെ കുട്ടികൾ പട്ടിണിയാകും, അവർക്ക് അരി ഉണ്ടാവൂല പെരയില്, അതുകൊണ്ട് ഇതാ പൈസ എടുത്ത് കൊടുക്കാതെ നീ പോണ സമയത്ത് അങ്ങാടിയിൽ നിന്ന് അരിയും കൂട്ടാനും വാങ്ങിയിട്ട് കുടിയേക്ക് പോയിക്കോ. സുബ്ഹാനല്ലാഹ്. ഇതെന്തൊരു മതമാണ്, ഇതെന്തൊരു സംസ്കാരമാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്, പടച്ചോനെ ഇതെന്തൊരു പണ്ഡിതനാണ്, ഞാൻ ഇദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിക്ക് പോലും, പക്ഷെ അദ്ദേഹം എന്നെ നന്മയോടുകൂടെയാണല്ലോ പ്രതികരിച്ചത്, അതുകൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടതെന്ന് പറയുന്നത്.
തിന്മയെ തിന്മ കൊണ്ടല്ല പ്രതികരിക്കേണ്ടത്. വെട്ട് എന്നാൽ തിരിച്ചും വെട്ടല്ല വേണ്ടത്. ഒരാൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അന്റെ കൂടിയിട്ട് അന്റെ മണ്ഡപങ്ങളിൽ ഞാൻ പോയി വ്യഭിചരിക്കും, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. പിന്നെ സുബ്ഹാനല്ലാഹ്, തിന്മയെ നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം പ്രതികരിച്ചപ്പോ മഹാനായ ആ പണ്ഡിതന്റെ അടുക്കൽ വന്നിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, അബൂ ഹനീഫ ഇമാമേ, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഞാൻ ഒപ്പം നിൽക്കുന്നതാണ്. എനിക്ക് വലിയ ഇൽമു പഠിക്കണം. അങ്ങനെ പഠിച്ച് അബൂ ഹനീഫ ഇമാമിന്റെ കൂടെ പഠനം നടത്തി വലിയ മുരീദന്മാരിൽ പെട്ട ആളായി മാറി, വലിയ പണ്ഡിതന്മാരിൽ പെട്ട ആളായി മാറി. ആര്? ഈ കള്ളുകുടിയൽ. അതെന്തുകൊണ്ടുണ്ടായത്? അബൂ ഹനീഫ ഇമാം അതിനോട് പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? നന്മയോടുകൂടെ പ്രതികരിച്ചത് കൊണ്ടാണ്. നേരെ മറിച്ച് അബൂ ഹനീഫ ഇമാം നല്ല പൊട്ടിച്ചലാനോട് കൊടുത്തിട്ടില്ലെങ്കിൽ ജീവിതകാലം വരെ അവനിക്ക് അതാ അബൂ ഹനീഫ ഇമാമിനോടുള്ള വൈകാര്യം കൂടുക എന്നല്ലാതെ ഒന്നും കുറയുകയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. തിന്മയെ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ അവിടെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് വാരിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീൻ വിട്ടുവീഴ്ചയുടെ മതമാണ്. അല്ലാഹുവിന്റെ ദീൻ അതാ ഒരാളെ വെറുപ്പിക്കുന്നതിന്റെ മതമല്ല, ഒരാളെ ഇൻസൾട്ടാക്കുന്നതിന്റെ മതമല്ല, ഒരാളെ താറടിക്കുന്നതിന്റെ മതമല്ല. പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയോടുകൂടെ, നല്ല മനസ്വഭാവത്തോടുകൂടെ, മനപ്പൊരുത്തത്തോടുകൂടെ സഹവർത്തിക്കേണ്ടതാണ് നാം എല്ലാവരും. അപ്പോൾ നമുക്ക് സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകും. അപ്പോൾ നമുക്ക് ഒരുപാട് ഖൈറുകൾ ലഭിക്കാൻ അത് കാരണമാകും. എവിടെ ലഹളകൾ ഉണ്ടാകുന്നോ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉയർന്നു പോകും എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് ചിന്തിക്കുവാനും നല്ലത് ആലോചിക്കുവാനും നന്മയോടുകൂടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറ്റത്തോടുകൂടെ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.